ഇവരുടെ കർത്താവിനെ ഒരുമിച്ച് നമുക്ക് ശുശ്രൂഷയിലായിരുന്നാൽ ദൈവം നൽകിയ അവസരം ഏറെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതായിരുന്നു ഞാൻ കർത്താവ് എല്ലാ മഹത്വവും കൊടുക്കുകയും हम दोनों आपस में इस तरह से सेवा में सहभागी हो पा रहे हैं, इसलिए भी इस बात को ये बात आपके आशीष का कारण होगा ऐसे मानते हैं और सभी बातों में हम लोगों को महिमा देते हैं। അതിനുവേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം ഈ വിധേയ ദൈവസഭയും ദൈവദാസരെയും ഉപയോഗിച്ച് നോക്കും കർത്താവിന് എല്ലാ മഹത്വവും കൊടുക്കും. और मैं प्रभु को पूरी महिमा देता हूँ कि उन्होंने इस कलीसिया को और यहाँ के विकास को भी लोगों ने इस्तेमाल किया है। നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. हम लोग के वचन को देखेंगे, നമുക്ക് ശിഷ്യരാകാം, അനേക ശിഷ്യരാക്കാം എന്നുള്ള വലിയൊരു പാഠമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम उस पाठ को देख रहे हैं कि हम शिष्य बने और बहुतों को शिष्य बनाए भी। നാം ശിഷ്യരാക്കാൻ ഉള്ളവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത നാം ചിന്തിക്കുകയുണ്ടായി. ये शिष्यत्व के जीवन में हम अपने जीवन को कैसे क्रम में लाए इन बातों को हम देख रहे हैं। ഈ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന പ്രാധാന്യം നാം ഓർക്കുകയുണ്ടായി. और हम देख रहे हैं किस तरह से स्वर्ग का परमेश्वर इस विषय के ऊपर ज़्यादा जोर देता है, मुख्य रूप से जोर देता है। സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാണ് ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളത്. स्वर्ग और पृथ्वी पर जिसका सारा अधिकार है वो परमेश्वर ने हमसे कहा है सब जाति के लोगों को चेले बनाओ। ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് നാം രണ്ടാമതായി പ്രധാനമായി ചിന്തിക്കാൻ ഇടയായിട്ടുള്ളത്. मैं मुख्य तौर से देखा चेले या शिष्यत्व जो है इसका जो नींव है उसकी महत्व को हम देख रहे हैं। മറ്റൊരു പ്രമാണവുമില്ല, ഒരേ ഒരു പ്രമാണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുക. और कोई नियम नहीं है, मैंने जो तुमसे कहा है उन्हीं बातों को उन्हीं आज्ञाओं को मानो। അപ്പോൾ അടിസ്ഥാനം എന്നുള്ളത് വിലയേറിയ തിരുവെഴുത്താണ്. और इसके जो नियम है ये परमेश्वर का बहुमूल्य वचन है। ഈ വിലയേറിയ തിരുവചനം പ്രമാണിച്ച് നമുക്ക് നല്ല ശിഷ്യരാകാം, അനേകരെ ഈ പ്രമാണങ്ങൾ ഉപദേശിച്ച് ശിഷ്യരാക്കാനും കഴിയും. और यह अनमोल वचन को मानकर हम भी चेले बने और इसको सिखाकर बहुतों को चेले भी बनाए। മൂന്നാമതായി നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശിഷ്യത്വത്തിന്റെ പരിശീലനം എന്നുള്ളതാണ്. आज मुख्य तौर से हम देखेंगे ये जो शिष्यत्व है इसमें किस तरह से तालीम दिया जा सकता है। നമ്മുടെ വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. हम उस वेदांत को देखेंगे मत्ती रचित सुसमाचार 28 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ और देखो मैं जगत के अंत तक सदा तुम्हारे संग हूँ। സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള വലിയ ദൗത്യമാണ് നമ്മിൽ സ്വർഗത്തിലെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. स्वर्ग के परमेश्वर ने हमें जो बहुत बड़ा जिम्मेदारी दिया है कि हम पढ़ते हैं सब जाति के लोगों को चेले बनाओ। നാം ചിന്തിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിലയേറിയ കൽപ്പനയാണിത്. जैसे हमने देखा स्वर्ग के परमेश्वर का सबसे बड़ा आज्ञा है, അത് എന്നുവരെ തുടരണം എന്നുള്ളതും ഈ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. और कब तक इसको जारी रखना है इस बात के बारे में भी पवित्र आत्मा हमें यहाँ बताते हैं। നാം വായിച്ച വാക്യത്തിൽ സകല ജാതികളും ശിഷ്യരാകുന്നത് വരെ ശിഷ്യപ്പെടുത്താനുള്ള അവകാശമുണ്ട്. इसका मतलब ये होता है जब तक सब जाति के लोग चेले नहीं बन जाते हैं तब तक इस काम को जारी रखना ये भी सूचना है इसके अंदर। മാത്രമല്ല ഒരു പരാമർശം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. ലോകാവസാനത്തോളം ഈ ശുശ്രൂഷ തുടരുവാനുള്ള വലിയ സാധ്യതയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. और इसके अंदर ये भी देखते हैं जगत के अंत तक इस सेवा को चलाते रहना है। എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യത്വത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവം മലക്കെ തുറന്നിരിക്കുകയാണ്. इसका मतलब यह है कि ये शिष्य बनाने का जो द्वार है उसको परमेश्वर ने बहुत बड़े तौर से खोल के रखा है। എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ രണ്ടാമതായി വരുന്നത് വരെ തന്റെ സഭയെ തന്നോടുകൂടെ ചേർക്കുന്നത് വരെ ഈ ശുശ്രൂഷ തുടരാനുള്ള എല്ലാ സാധ്യതകളും ആ വലിയ വാതിലുമാണ് കർത്താവിനെ തുറക്കുവാനിടയായി തീർന്നിരിക്കുന്നത്. इसका मतलब यह है प्रभु यीशु मसीह जब तक दोबारा नहीं आता है तब तक इस बड़ी सेवा को बहुत बड़े पैमाने में करने के लिए उसके
सारे संभावना को लेकर इस दरवाजे को खुला रखा है। എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദൗത്യം തീർന്നു, ഇനി വിശ്രമമാണ്, ഇനി വിശ്രമിക്കാം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. इसका मतलब यह है कि अब मैंने इतना सेवा किया काफी है, अब मैं विश्राम ले लेता हूँ, बस हो गया, ऐसे कहने के लिए हमारे पास कोई प्रयास नहीं। ഈ വിലയേറിയ ഉത്തരവാദിത്വത്തിൽ നിന്നും നാം ആരും ഒഴിവുള്ളവരല്ല. और इस बड़े जिम्मेदारी से हम कोई छूटने नहीं आए। മാത്രമല്ല എന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പറയാനുള്ള യാതൊരു വകുപ്പും ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുകയുമില്ല. और इस वेदांश में कहीं नहीं देखते हैं कि मेरी जिम्मेदारी यहाँ खत्म हो जाती है, चलो बस हो गया। എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തോളവും ഈ ശുശ്രൂഷ തുടരേണ്ടതാണ്. इसका मतलब है जगत के अंत तक इस सेवा को जारी रखना है। സകല ജാതികളും ശിഷ്യപ്പെടുന്നതുവരെ ഈ ശുശ്രൂഷ തുടരേണ്ടതാണ്. और जब तक सब जाति के लोग चेले नहीं बनते हैं, तब तक इसको जारी रखना है। മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം അറിയിപ്പിൻ എന്നുള്ള വലിയേറിയ നിയോഗമാണ് തന്റെ ശിഷ്യന്മാരോട് കൊടുക്കുവാനിടയായിത്തീരുന്നത്. दूसरे सुसमाचार में प्रभु अपने चेलों को बहुत बड़ा एक जिम्मेदारी देता है कि सारे संसार में जाकर इस सुसमाचार को सुनाओ। അപ്പോൾ കർത്താവിന്റെ വലിയേറിയ ആഗ്രഹവും വലിയ നിയോഗവുമാണ് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളത്. हमारे प्रभु की बहुत बड़ी इच्छा और आज्ञा है कि सारे जाति के लोगों को, संसार के सब लोगों को अपने चेले बनाना है। അപ്പോൾ നാം ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുന്നത് കർത്താവ് കൽപ്പിച്ചു എന്നുള്ളത് നാം ചിന്തിച്ചു. पहले देखा प्रभु ने आज्ञा दी है इस विषय में, എന്നുവരെ ഇത് തുടരണമെന്നുള്ളത് കൽപ്പിച്ചു. और कब तक इसे जारी रखना है इसके बारे में भी आज्ञा दी है। മാത്രമല്ല ഇത് എങ്ങനെയാണ് തുടരേണ്ടത് എന്നും കൽപ്പിച്ചിട്ടുണ്ട്. और कैसे इसको जारी रखना है इस बात को भी बताया है। പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തണമെങ്കിൽ ഒരു പരിശീലന കേന്ദ്രം ആവശ്യമാണ്. यदि सिखाकर चेले बनाना है तो उसके लिए तालीम का एक स्थान होना जरूरी है। ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അദ്ദേഹത്തെ അതിന്റെ വഴിക്ക് വിടുകയാണെങ്കിൽ പിന്നെ ഈ പരിശീലനത്തിന്റെ ആവശ്യമില്ല. यदि कोई व्यक्ति उद्धार पाता है, बपतिस्मा लेता है और उसको अपने रास्ते पर छोड़ देंगे तो फिर इस तरह की ट्रेनिंग की कोई जरूरत नहीं पड़ती है। പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അവരെ ശിഷ്യപ്പെടുത്തുക എന്നുള്ളത്. एक व्यक्ति का उद्धार पाना, उसके बाद बपतिस्मा लेना, उसके साथ ही इस तरह के चेले बनने के उस कार्य प्रक्रिया में सीखना, ये भी बहुत महत्वपूर्ण है। അത് മത്തായി സുവിശേഷം നാം വായിച്ച ഈ വേദഭാഗത്തും മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും ഇതേ വാക്കുകൾ തന്നെയാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. प्रभु यीशु मसीह ने मत्ती के सुसमाचार 28 अध्याय और यहाँ मरकुस के सुसमाचार 16 अध्याय में जिन बातों को कहा है लगभग एक ही जैसे है वो। അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിൽ ഒരു പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. इसका मतलब यह है संसार में परमेश्वर ने बहुत सारे तालीम के केंद्र खोल के रखे हैं। ശിഷ്യരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ്. അത് നാം ചെയ്യേണ്ടത് കടമയാണ്. हमारी जिम्मेदारी है कि लोगों को चेले बनाएंगे, हमारी बहुत बड़ी हमारा उत्तरदायित्व है। ഇപ്പൊ ശിഷ്യരാക്കാനുമുള്ള ഈ വിലയേറിയ പദ്ധതി സ്വർഗത്തിലെ ദൈവം തന്റെ ഹൃദയത്തിൽ ഉൾക്കണ്ടപ്പോൾ തന്നെ അതിനുള്ള പരിശീലന കേന്ദ്രവും ദൈവം സ്ഥാപിക്കുവാനിടയായിരുന്നു. और जब परमेश्वर ने इस तरह के चेले बनाने के कार्य को जब अपने मन में पूरे ज्ञान में इसके बारे में देखा तो उसके लिए तालीम के केंद्रों को भी परमेश्वर ने पहले से तय किया है। പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം അങ്ങനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ രണ്ട് സ്ഥാപനങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. और इस तरह के दो संस्थाएं या दो स्थान है इस कार्य को पूरा करने के लिए। അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എന്തിനാണ് സ്ഥാപിച്ചത് എന്ന് ഈ വിഷയബന്ധത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ यदि ये संस्थाएं क्यों है इसके बारे में इस विषय के संदर्भ में देखेंगे तो അടുത്ത തലമുറയെ ശിഷ്യരാക്കാനും മാത്രമല്ല നമുക്ക് നല്ല ശിഷ്യരായി ജീവിക്കുവാനുമുള്ള വലിയ സാധ്യതയിലാണ് ഈ സ്ഥാപനങ്ങൾ സ്വർഗത്തിലെ ദൈവം സ്ഥാപിക്കുവാനിടയായിത്തീർന്നത്. इसका मतलब ये है हमें चेले बनने में और आने वाली पीढ़ी को भी चेले बनाने के उद्देश्य से इन तालीम के केंद्रों को प्रभु ने बनाया है। അപ്പോൾ മൂന്നാമതൊരു സ്ഥാപനം സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഭൂമിയിലില്ല. इसका मतलब स्वर्ग के परमेश्वर ने संसार में तीसरा कोई ऐसा संस्था नहीं बनाया है इस काम के लिए। ദൈവം ഈ ഭൂമിയിൽ രണ്ട് സ്ഥാപനങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. केवल दो स्थान है जहाँ इस तरह का कार्य होता है। അപ്പോൾ ലോകാവസാനം വരെ ഈ സ്ഥാപനം നിലനിൽക്കണം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹമാണ്. और परमेश्वर की इच्छा है कि ये जो दो स्थान है
अंत तक चलते रहे। അന്ന് വരെ ഈ പരിശീലന കേന്ദ്രങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. परमेश्वर की इच्छा है कि ये जो तालीम केंद्र है संसार जब तक समाप्त नहीं होता तब तक चलते रहे। അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആദ്യത്തെ ആഗ്രഹം സ്ഥാപിക്കുന്നത് ഒരു കുടുംബത്തിലൂടെയാണ്. और इस तरह से परमेश्वर की इच्छा पहली बार परिवार में स्थापित होती है। ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ സ്ഥാപനമാണല്ലോ കുടുംബം. परमेश्वर ने एक संस्था के रूप में यदि कुछ बनाया है तो पहले वो परिवार है। അപ്പോൾ പരിശീലനം കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. तो ये जो शिक्षण है परिवार में शुरू होना है। പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ മക്കളാണല്ലോ. किसी भी परिवार में सबसे मुख्य रूप से देखें तो बच्चे हैं वहाँ। മക്കൾ ഉണ്ടാകുവാനും അവർ വളരുവാനുമുള്ള ദൈവിക പദ്ധതി ഒരു കുടുംബത്തിലാണ്. बच्चे हो या उत्पन्न हो और उनका उन्नति हो, ये परमेश्वर के उस योजना में है, परिवार के द्वारा है। ഞാൻ ഈ റിലേ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽ एक हॉस्पिटल के जाहिरात को उन्होंने देखा है। അവരുടെ പരസ്യം ഇങ്ങനെയാണ്: കുട്ടികളുടെ കാര്യം കുട്ടിക്കളിയല്ല. वो ऐसा एक एडवर्टाइजमेंट देते हैं, बच्चों की जो बात है वो बच्चों का खेल नहीं है। അപ്പോൾ കുട്ടികളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഈ ലോകം പോലും അതിനെ കാണുവാനിടയായിത്തീരുന്നത്. बच्चों के संबंध में जो कुछ बातें हैं संसार के लोग भी बहुत महत्व देते हैं उसके बारे में। സ്വർഗത്തിലെ ദൈവത്തിനും മക്കൾ അടുത്ത തലമുറയെ കുറിച്ചുള്ള വലിയ വിചാരവും ആഗ്രഹവും സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. परमेश्वर को भी अगली पीढ़ी के बारे में बहुत विचार है। എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 27-28 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 27-28 വാക്യങ്ങൾ. उत्पत्ति के पुस्तक पहले अध्याय 27 और 28 कलाम पर मैंने बहुत विचार किया है। तब परमेश्वर ने मनुष्य को अपने स्वरूप के अनुसार उत्पन्न किया। अपने ही स्वरूप के अनुसार परमेश्वर ने उसको उत्पन्न किया। नर और नारी करके उसने मनुष्यों की सृष्टि की और परमेश्वर ने उनको आशीष दी और उनसे कहा, फूलो फलो और पृथ्वी में भर जाओ और उसको अपने वश में कर लो और समुद्र की मछलियों तथा आकाश के पक्षियों और पृथ्वी पर रहने वाले सब जंतुओं पर अधिकार रखो। വളരെ വ്യക്തമായി സ്വർഗത്തിലെ ദൈവം തന്റെ ആഗ്രഹം ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. बहुत स्पष्ट रूप से परमेश्वर ने अपनी इच्छा को यहाँ प्रकट कर दिया है। നമുക്കറിയാം 1-ാം അധ്യായത്തിൽ സൃഷ്ടികളുടെ വിവരണമാണ് നാം വായിക്കുന്നത്. पहले अध्याय में सृष्टि का पूरा विवरण है। അവിടെ എന്നെ ഏറെ ചിന്തിപ്പിച്ച കാര്യം ഇവിടെ ആദാമിനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. यहाँ बहुत मैंने सोचा आदम को ही केवल बनाया है। ഹവ്വയെ ഉണ്ടാക്കുന്നത് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. दूसरे अध्याय में हवा को बनाया करके पड़ता है। പക്ഷേ ഈ ആദാമിനെ സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് പറയുകയാണ് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നിട്ട് പറയുകയാണ് അതിന്റെ ഉദ്ദേശം പറയുകയാണ് നിങ്ങൾ സന്താനവൃത്തിയുള്ളവരായി പെരുകണം. അർത്ഥാൽ ഹവ്വയെ ഉണ്ടാക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം ഇവർ സന്താനവൃത്തിയുള്ളവരായി പെരുകുക എന്നുള്ളതാണ്. परमेश्वर ने केवल आदम को बनाया था और हवा तो कभी हुई ही नहीं थी। फिर भी परमेश्वर जो आशीष की बातें कहते हैं उसमें प्रभु कहते हैं उनको नर और नारी करके बनाकर उनको फलो फूलो इस तरह के बातों को कहकर सारे संसार में भर जाओ, ये बातें कहकर उनको आशीष देते हैं। പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഒരു കുടുംബം തന്റെ ഹൃദയത്തിൽ മുൻകണ്ടപ്പോൾ ആ ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിന്റെ ആഗ്രഹം അവർ സന്താനവൃത്തിയുള്ളവരായി അടുത്ത തലമുറ അവരിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള അവർ സന്താനവൃത്തിയുള്ളവരായി പെരുകണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം അവിടെ വെളിപ്പെടുത്തുകയാണ്. जब परमेश्वर ने केवल आदम को ही बनाया था तब ही परमेश्वर के मन की बड़ी इच्छा थी कि ये लोग फूले फले और परिवार बने, ये बढ़ जाए गिनती। അപ്പോൾ ഒരു വീട്ടിൽ ജനിക്കുന്ന മക്കൾ അവർ എത്രയോ പ്രധാനപ്പെട്ടതാണ്. तो एक परिवार में जो पैदा होते हैं वो संतान कितने महत्वपूर्ण है। അവർ ജനിക്കാനും അവർ വളരുവാനുമുള്ള സ്വർഗീയമായ പദ്ധതി ദൈവം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. तो परमेश्वर ने उनका उत्पन्न होना और उनका उन्नति होना परिवार के अंदर उसके लिए योजना बना के रखी है। അപ്പോൾ കുട്ടികൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ എത്രയോ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. परमेश्वर की दृष्टि में बच्चे कितने महत्वपूर्ण हो जाते हैं। പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹയ്ക്ക് ഒരു
കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. न्यायों के पुस्तक में मनोवा को एक संतान उत्पन्न होता है, उसके बारे में पढ़ते हैं। ന്യായാധിപന്മാര പുസ്തകം 13-ാം അധ്യായം न्यायों के पुस्तक 13वें अध्याय को हम देखेंगे। അതിന്റെ 8ഉം 12ഉം വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായ രണ്ട് വാചകങ്ങൾ നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 8वें और 12वें कलम में कुछ बातों को ध्यान देना हमारे अच्छा होगा। നോക്കിയാൽ മതി, അവിടെ ആവർത്തിക്കുകയാണ്, ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. वो कहता है हमें सिखाए कि जो बालक उत्पन्न होने वाला है उससे हम क्या क्या करें। 12ാമത്തെ വാക്യത്തിൽ നോക്കുക, ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. 12 कलम में फिर से वो पूछता है उस बालक का कैसा धन और उसका क्या काम होगा। പ്രിയപ്പെട്ടവരെ, ബാലന്റെ കാര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. उस बालक का जो भी कार्य है इतना महत्वपूर्ण है। മാത്രമല്ല, ആ ബാലന്റെ കാര്യത്തിൽ അവരെ വളർത്തിയെടുക്കുന്നതിനുള്ള ഉപദേശവും അവന് വളർത്തിയെടുക്കുന്നതിനുള്ള പ്രാർത്ഥനയും ഒരു കുടുംബത്തിന് എത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. इस अध्याय से हम देख सकते हैं एक बालक को शिक्षण देना और उसके लिए प्रार्थना करना ये कितना महत्वपूर्ण है। इन बातों के बारे में यहाँ देखते हैं। പ്രിയപ്പെട്ടവരെ, ബാലന്റെ കാര്യത്തിൽ ബാലൻ മാത്രം സൂക്ഷിച്ചാൽ പോരാ, മാതാപിതാക്കളും സൂക്ഷിക്കണം. उस बालक के संबंध में केवल वो बालक कुछ बातों को ध्यान दे इतना काफी नहीं है, उसके माता पिता को भी ध्यान देना होगा इसके बारे में। മനോഹയുടെ ഭാര്യയോട് പറയുന്നുണ്ട്, ബാലന്റെ കാര്യത്തിൽ നീ സൂക്ഷിക്കണം. वो मनोहर की पत्नी से गुरु कहता है बालक के विषय में तुझे कुछ बातों को ध्यान देना होगा। 3ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. 3 में हम उसको पढ़ते हैं। മനോഹയുടെ ഭാര്യയ്ക്കാണ് പ്രത്യക്ഷതകൾ ദൈവം നൽകുന്നത്. मनोहर के पत्नी को परमेश्वर के दूत नहीं के दर्शन के रूप में എന്നാൽ ഈ മനോഹയുടെ ഭാര്യയെ കുറിച്ച് അവിടെ പേര് രേഖപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. केवल उस स्त्री का नाम वहां नहीं लिखा है, लिखी हुई है। പക്ഷേ ഈ മാതാവ് എത്ര സൂക്ഷ്മതയോടെയാണ് ആ കുടുംബത്തിലായിരിക്കേണ്ടത് എന്നുള്ളത് ദൈവം പ്രത്യക്ഷനായി വെളിപ്പെടുത്തുകയാണ്. परमेश्वर ने प्रत्यक्ष रूप से प्रकट होकर बता दिया उस स्त्री से कि बालक को कैसे उसको संभालना है। ആ പ്രത്യക്ഷതയിൽ ആ ദൂതൻ പറയുന്ന വാക്കുകളാണ് 3ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. तीसरे कलम 3ാമത്തെ വാക്യത്തിൽ में वो प्रकट होकर क्या कहता है हम पढ़ते हैं। അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, अब तू गर्भवती होगी और तेरा बेटा होगा। ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക. इसलिए तुझे इन बातों का ध्यान देना होगा, सावधान हो। അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവരുടെ മാതാപിതാക്കൾ എത്രമാത്രം സൂക്ഷ്മതയോടെ ആയിരിക്കണം എന്നുള്ളത് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. तो बच्चे जन्म होने से पहले ही उसके माता पिता को कितना सावधान होना है उसके बारे में भी हम यहाँ देख सकते हैं। അതിന്റെ കാരണം എന്താണ്? उसका कारण क्या है? മക്കൾ അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. क्योंकि ये जो संतान है वो परमेश्वर के लिए है। ദൈവത്തിന്റെ വലിയ ആഗ്രഹവും ഇഷ്ടവുമാണ് ഒരു കുടുംബത്തിൽ മക്കൾ ജനിക്കുക എന്ന് പറയുന്നത്. परमेश्वर की इच्छा पसंद है कि परिवार में संतान उत्पन्न हो। നമുക്കറിയാമല്ലോ, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാണ്. हम जानते हैं कि परमेश्वर संतानों को हमारे हक के रूप में और प्रतिफल के रूप में देता है। പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന അവകാശമാണ് മക്കൾ എന്നുള്ളത്. परमेश्वर हमें देने वाले विरासत के रूप में संतान को देता है। നമുക്കറിയാം, കയ്യിനെ കുറിച്ച് വാചകം ഏശാവിനെ കുറിച്ച് വാചകം എഴുതുന്നുണ്ട്, അവൻ അവകാശത്തെ അലക്ഷ്യമാക്കി. एसाव के बारे में हम पढ़ते हैं, उसने उसका जो विरासत था या उसका जो संपत्ति मिला था पिता से, उसको उसने तुच्छ जान दिया। പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന അവകാശത്തെ നാം അലക്ഷ്യമാക്കാൻ പാടില്ല. हमें जो विरासत मिलने वाला है उसको हम तुच्छ नहीं समझे। മാത്രമല്ല, ഇവിടെ ഈ അധ്യായം വായിക്കുമ്പോൾ മക്കൾ ആർക്കു വേണ്ടിയുള്ളതാണ് എന്നുള്ളതും നാം അവിടെ വായിക്കുന്നുണ്ട്. और हम यहाँ देख सकते हैं संतान किसके लिए दिए जाते हैं। അവിടെ നാം വായിക്കുന്നത് അതിന്റെ 4ാം വാക്യത്തിൽ, ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. चौथे कलम में पढ़ते हैं, इसलिए हम सावधान रह कि 5ാമത്തെ വാക്യം, या 5वें कलम के इसमें पढ़ता है जन्म ही से परमेश्वर का नाज़िर होगा। മക്കൾ ആർക്കുള്ളതാണെന്ന് ആ വാചകത്തിൽ വളരെ വ്യക്തമാണ്. स्पष्ट रूप से देख सकते हैं संतान किसके लिए दिए जाते हैं। മക്കൾ ദൈവത്തിന് നാസീരായിരിക്കും. संतान परमेश्वर के नाज़िर होते हैं। എന്നു മുതലാണ്
ഗർഭം മുതൽ അവൻ ദൈവത്തിനുള്ളതാണ്. माँ के गर्भ से ही परमेश्वर के लिए ठहरा गया है. എത്രയോ വലിയ അവകാശവും പ്രതിഫലവുമാണ് ദൈവം അടുത്ത തലമുറയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. इतना बड़ा प्रतिफल और एक विनाश के रूप में परमेश्वर संतान को देता है. इस बात को हम इन वचनों से पढ़ सकते हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളുടെ കാര്യത്തിൽ മക്കൾ സൂക്ഷിച്ചാൽ പോലെ അതിനു മുമ്പേ മാതാപിതാക്കൾ സൂക്ഷിക്കണം എന്നുള്ളത് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. इस इतिहास के वर्णन से हम देख सकते हैं बच्चों के बारे में केवल बच्चों को नहीं उनके माता पिताओं को पहले से ही ध्यान देना होगा. ഇത് പഴയ നിയമത്തിലെ ചരിത്രം മാത്രമല്ല, ये केवल पुराने नियम का इतिहास नहीं है. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കുക. पहले तिमोथेयुस 2 अध्याय के 15 അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. पहले तिमोथेयुस 2 के 15 में वो भी स्त्री बच्चे जन्मने के द्वारा उद्धार पाएगी यदि वो संयम सहित विश्वास प्रेम और पवित्रता में स्थिर रहे. അപ്പോൾ ഒരു മാതാവ് ഭവനത്തിൽ എങ്ങനെ പാർക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. तो एक माता को अपने घर में किस तरह से रहना है उसको पवित्र आत्मा यहाँ बता देते हैं. വിശ്വാസത്തിൽ പാർക്കുവാനിടയാക്കിക്കണം, विश्वास सहित उसको जीना होगा അവൾ സ്നേഹത്തിൽ പാർക്കണം, और प्रेम के साथ जीना होगा വിശുദ്ധീകരണത്തിൽ പാർക്കണം, और पवित्रता के साथ जीना होगा സുബോധത്തോടെ പാർക്കണം. और सुबोध के साथ जीना भी होगा. അങ്ങനെ പാർത്താൽ നീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. यदि इस तरह से होगा तो ही केवल संतान प्राप्त करके वो जी सकती है. അങ്ങനെ പാർത്താൽ നീ മക്കളെ പ്രസവിക്കുമെന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്, ऐसे जीने से तुझे संतान मिलेंगे वैसा नहीं लिखा है, മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്നാണ്. लेकिन लिखा है संतान पाकर तू उद्धार पाएगी. അപ്പോൾ ദൈവത്തിന് വേണ്ടി നൽകപ്പെടുന്ന അവകാശവും പ്രതിഫലവുമാണ് മക്കൾ എന്നുള്ളത്. परमेश्वर के लिए दिए गए प्रतिफल और विनाश है संतान. അവർ ദൈവത്തിന് നാസീരായിരിക്കണം. वो परमेश्वर के लिए नाज़िर कहता है. അവർ ദൈവത്തിന് നാസീരായിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ സൂക്ഷിക്കാനിടയായിത്തീരണം. यदि वो परमेश्वर के नाज़िर होते हैं तो माता पिताओं को इन बातों के बारे में ध्यान देना होगा. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ വിശുദ്ധ സന്തതികളാണ്. हमारे परिवारों में जो संतान उत्पन्न ഞാനങ്ങനെ പറയാനൊരു होते हैं കാരണമുണ്ട്. उनको मैं पवित्र इसलिए कहता हूँ, कारण है उसका. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ गिनती के पुस्तक अध्याय 6 में जब देखते हैं അവിടെ നാം വായിക്കുന്നത് പുരോഹിതന്റെ മക്കളുടെ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. बच्चों के या याजक के संतानों के बारे में कुछ बातें लिखी गई हैं. അതിന്റെ 8-ാമത്തെ വാക്യം നാസീർ ഗൃഹസ്ഥന്റെ ആ മക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ വായിക്കുന്നത് നാസീർ മൃതകാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനായിരിക്കണം. देखिए 8 में पढ़ते हैं अपने न्यारे रहने के सारे दिनों में वह यहोवा के पवित्र ठहरा रहे. അപ്പോൾ അവൻ യഹോവയ്ക്ക് വിശുദ്ധനായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. परमेश्वर चाहते हैं कि वो यहोवा के लिए पवित्र ठहरा रहे. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരിക. लेवीय व्यवस्था दूसरे अध्याय में आएंगे. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ वचन 13 से जब ये देखने को 21-ാം അധ്യായം, ലേവ്യ പുസ്തകം 21-ാം അധ്യായം, लेवीय व्यवस्था 21वां अध्याय അതിന്റെ 10 മുതൽ വായിക്കേണ്ടതാണ്. എന്നാൽ അതിന്റെ 13 മുതലുള്ള വാക്യം അവിടെ കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ, വിധവ ഉപേക്ഷിക്കപ്പെട്ടവൻ തുന്നടപ്പുകാരത്തി വേശ്യ ഇങ്ങനെയുള്ളവർ അവൻ വിവാഹം കഴിക്കരുത്, സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ, അവൻ തന്റെ സന്തതിയെ തന്റെ ജനത്തിനിടയിൽ അശുദ്ധമാക്കരുത്, ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. 10वें कलम से ही पढ़ना चाहिए, लेकिन केवल उसके 13 और नीचे के कुछ कलमों में पढ़ेंगे. तो कुंवारी स्त्री से ही ब्याह करे, जो विधवा या त्यागी हुई या भ्रष्ट या वेश्या हो, ऐसी किसी से वो विवाह न करे. वो अपने ही लोगों के बीच में की किसी कुंवारी कन्या से विवाह करे और वह अपनी संतान को अपने लोगों में अपवित्र न करे, क्योंकि मैं उसका पवित्र करने वाला यहोवा हूँ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വായിക്കുന്നത് അഭിഷേകം തൈലം ഒഴിക്കപ്പെട്ട ഒരു പുരോഹിതന്റെ കുടുംബത്തിന്റെ ആ ചരിത്രമാണ് നാം വായിക്കാനിടയായിത്തീരുന്നത്. एक याजक जिसके ऊपर अभिषेक का तेल उंडेला जाता है, उसका जो परिवार का जो चरित्र कैसे होना चाहिए वो उसके बारे में लिखा है. നാം എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണല്ലോ. क्या हमने सबने वो अभिषेक पाया है? ആത്മാവിന്റെ അഭിഷേകം നാം പ്രാപിച്ചവരാണ്. आत्मा का अभिषेक हमें मिला है. നാം പുരോഹിതന്മാരാണ്. हम याजक हैं. നാം ദൈവത്തിന്റെ രാജകീയവും പുരോഹിതവർഗവുമാക്കി അവൻ നമ്മെ തീർത്തിരിക്കുകയാണ്.
परमेश्वर ने हमें राजपथधारी याजक तक बनाकर ठहरा है എന്നിട്ട് 19ാമത്തെ വാക്യത്തിൽ പറയുക ഈ അഭിഷേക തൈലത്തിന് ഒരു സംസ്കാരമുണ്ട്. और अभिषेक का जो तेल है उसकी एक क्रिया भी इस भाग में पड़ते हैं. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഓരോ സംസ്ഥാനത്ത് ഓരോ സംസ്കാരമാണ്. हम जानते हैं एक स्टेट में या एक राज्य में अलग अलग प्रकार के वहाँ संस्कार होते हैं. ഓരോ രാജ്യത്തിലും ഓരോ സംസ്കാരമുണ്ട്. हर एक राष्ट्र या देश में अपने अपने संस्कार होते हैं. ഇവിടെ നാം വായിക്കുന്നത് അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടവന് ഒരു സംസ്കാരമുണ്ട്. यहाँ देखते हैं जिसके ऊपर अभिषेक का तेल उंडेला गया है उसके लिए कोई संस्कार है. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരായ നമുക്ക് വേറൊരു സംസ്കാരമാണുള്ളത്. हम जिन्होंने पवित्र आत्मा का अभिषेक पाया हमें दूसरा एक संस्कार दिया गया. അവൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് വചനത്തിന്റെ വളരെ വ്യക്തമായ ഒരു പ്രമാണമാണ്. उसको किससे ब्याह करना है उसके बारे में स्पष्ट रूप से नियम दिया गया है. അവൻ സ്വജനത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. उसको अपने ही लोगों के बीच में से किसी से ब्याह करना होगा. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആ കൂട്ടത്തിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് ഉൾപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. यीशु मसीह के लहू से खरीदे गए लोगों के बीच में से ही उसको किसी को ब्याह करना होगा. മാത്രമല്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. और यहाँ स्पष्टीकरण इसी के लिए दिया गया है कि उसको क्यों इस तरह का विवाह करना चाहिए. അല്ലാത്ത അരുതാത്തൊരു വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന മക്കൾ ആരായിത്തീരും? അശുദ്ധരായിത്തീരും. यदि उस तरह के विवाह के द्वारा जो संतान मतलब इस तरह के विवाह नहीं हो और वैसे संतान उत्पन्न हो जाए तो क्या करेंगे हम पढ़ते हैं वो अपवित्र हो जाए. അവന്റെ തലയിൽ ഒഴിക്കപ്പെട്ട അഭിഷേക തൈലത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ലാത്തത് ഉൽപ്പാദിക്കപ്പെടുവാനിടയായിത്തീരും. उसके ऊपर जो अभिषेक का तेल डाला जाता है उसके योग्य नहीं हो उस तरह की बातें वहां उत्पन्न होती है. അപ്പോൾ വിവാഹം കഴിക്കുന്നതിലെ വിശുദ്ധി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. यहाँ विवाह करने के संबंध में जो पवित्रता की बात है उसके बारे में यहाँ पढ़ते हैं. വിവാഹ ജീവിതത്തിൽ വിശുദ്ധി വേണം. पारिवारिक जीवन विवाह के जीवन में पवित्रता की जरूरत है. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിക്കുന്നതിലെ വിശുദ്ധി. और विवाह करने में भी एक पवित्रता है वो भी महत्वपूर्ण है. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാത്ത വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന സന്തതികൾ എത്രയോ വേദനാജനകമായ സന്തതികളാണ്. और उस तरह के जो विवाह नहीं होता है और उसमें जब संतान उत्पन्न होता है तो कितने दुख के कारण बन जाता है. അടുത്ത തലമുറയെ കരുതി എത്ര വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ളത് ഈ വചനത്തിന്റെ പ്രമാണമാണ്. अगले पीढ़ी को सोचकर कितने पवित्रता से जीना है ये सब बातें ये वचन के आधार पर है. നാം സംഖ്യ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വന്നതാണല്ലോ. हम हिंदी के पुस्तक अध्याय 6 में आए थे. അവിടെ ഒരു നാസിർദത്തിന്റെ സ്വഭാവങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. वहाँ एक नाज़िर जो ठहरा है उस व्यक्ति के स्वभाव के गुणों के बारे में हम पढ़ते हैं. അതിന്റെ 5-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. 5वें कलम को केवल आप ध्यान दें. അവിടെ നാം വായിക്കുന്നത് അവന്റെ കാഴ്ചയിൽ അവൻ വ്യത്യസ്തനാണ്. देखने में उसके रूपरेखा में वो अलग है. അവൻ ഒറ്റ നോട്ടത്തിൽ അവനെ കണ്ടാൽ അറിയാം ഇവൻ ആരാണെന്നുള്ളത്. उसको एक ही दृष्टि से देखेंगे तो मालूम हो जाएगा ये कैसा है. കാരണം അവന്റെ രൂപം അതിന് അനുയോജ്യമായ രൂപമാണ്. क्योंकि उसका रूप जो है उसका जो बाहरी रूप है वो उसके लिए सटीक है. അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്നുള്ളത് അവന്റെ രൂപം കണ്ടാൽ തിരിച്ചറിയാനായിട്ട് കഴിയും. उसको देखते ही उसके रूप को देखते ही मालूम हो जाएगा ये परमेश्वर के लिए नाम है. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കുടുംബത്തിൽ നിന്നും നാം പഠിക്കേണ്ട പരിശീലിക്കേണ്ട വ്യവസ്ഥകളാണ്. ये सब परिवार में इन बातों को सीखना जरूरी है. പ്രിയപ്പെട്ടവരെ, നാം മാന്യമായ നമ്മുടെ സംസ്കാരത്തിന് ആത്മാവിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായ ആ നടപ്പ് നമ്മുടെ കാഴ്ചയിൽ ഉണ്ടായിരിക്കണം. पवित्र आत्मा के द्वारा जो हमारा संस्कार हुआ है उससे हमारे ऊपर से या बाहरी तौर से देखने में भी वो स्पष्ट होना चाहिए. 6-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഭക്ഷണത്തിൽ അവൻ വ്യത്യസ്തനാണ്. 6वें अध्याय के 4थे कलम में हम पढ़ते हैं उसका भोजन भी अलग है. അവന് കൃത്യമായ ഒരു ഭോജന നിയമം കൊടുത്തിട്ടുണ്ട്. उसको भोजन के संबंध में भी कुछ नियम दिए गए हैं. എല്ലാം വാരിവലിച്ച് തിന്നാനുള്ള അവകാശം അവനില്ല. सब कुछ जो मन में आता है या सामने आता है उसको निकलने का उसको कोई अनुमति नहीं है. അവന്റെ ഭക്ഷണ രീതി കണ്ടാൽ അറിയാം ഇവൻ ആരാണ് എന്നുള്ളത്. उसका भोजन करने का जो तरीका देख के मालूम हो जाएगा कि ये कौन है. ഇനി 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവന്റെ ബന്ധങ്ങളിൽ അവൻ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. 6 और 7 में हम देखेंगे तो मालूम होगा उसके संबंध के या रिश्तों में वो कौन है करके पहचाना जाता है. അവന്റെ അപ്പിയറൻസിൽ വ്യത്യാസമുണ്ട്. उसके रूपरेखा में फर्क है. അവന്റെ ആപ്പിറ്റൈറ്റിൽ വ്യത്യാസമുണ്ട്.
उसके उसके भोजन संबंधी बातों में उसकी वो विविध है അവന്റെ അസോസിയേഷനിൽ വ്യത്യാസമുണ്ട്. और जिस प्रकार से लोगों से उसका लेना देना या रिश्ता होता है उसमें भी वो अलग है। നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് 3 എ വെച്ച് കൂട്ടിയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. अंग्रेजी में एक करके इस्तेमाल करके 3 बातों को केवल क्रम में बताया। അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാഴ്ചയിലും നമ്മുടെ ഭക്ഷണക്രമത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെന്നുള്ള ആ വിലയേറിയ സാക്ഷ്യം കൊടുത്ത് നാം ജീവിക്കേണ്ടവരാണ്. तो हमारे देखने में, हमारे खाने में और हमारे रिश्ते रखने में ये सब हम अलग अलग इन बातों को ध्यान देना जरूरी है। അപ്പോൾ ബാലന്റെ കാര്യത്തിൽ മാതാപിതാക്കൾ സൂക്ഷിക്കണം. बच्चे के या संतान के संबंध में माता पिता को ध्यान देना है അവന്റെ പരിശീലനത്തിന്റെ വഴിയിൽ അവൻ തന്നെത്താൻ സൂക്ഷിക്കണം. और उसके शिक्षण में या उसके तालीम में उसे खुद भी ध्यान देना है। മാത്രമല്ല, ദൈവം അവനെ എത്രമാത്രം സൂക്ഷിക്കുന്നു, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഇവൻ എത്രമാത്രം ഉൾപ്പെട്ടതാണെന്നുള്ളത് ആ സത്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. और पवित्र आत्मा इन सच्चाइयों को बताता है कि परमेश्वर के ओर से उसको कितनी सुरक्षा या उसको कितना संभाला जाता है। അതുകൊണ്ടാണ് മനോഹ ആവർത്തിച്ച് ചോദിക്കുന്നത്, ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യണം? इसलिए मनोह बार-बार पूछता है कि बालक के संबंध में क्या-क्या करें। അവിടെ 2 കാര്യങ്ങളാണ് മനോഹ ആവശ്യപ്പെടുന്നത്. मनोह ने 2 बातें मांगी परमेश्वर से। ഇവനെ വളർത്താനുള്ള ഉപദേശം ഞങ്ങൾക്ക് നൽകണം. इसे चलाने के लिए, उसको पालन पोषण करने के लिए जो उपदेश चाहिए वो हमें दे। അവനെ വളർത്തേണ്ടുന്ന കാര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. और उसको कैसे पालन पोषण करना है इस बारे में हम लोग प्रार्थना कर रहे हैं। പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നാം ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുമെങ്കിൽ, यदि सांसारिक भोजन के ऊपर इतना ध्यान अगर हम देते हैं, ആത്മീയമായ ഈ വിഷയങ്ങളിൽ കുടുംബത്തിൽ നാം എത്രമാത്രം പ്രാധാന്യം അധികം കൊടുക്കേണ്ടതാണ്. पारिवारिक जीवन में हमें ये आत्मिक बातों में कितना महत्व देना जरूरी है। പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നുള്ളത് ദൈവത്തിന്റെ സ്ഥാപനമാണ്. परिवार परमेश्वर की ओर से स्थापित किया गया है। ദൈവം ഈ സ്ഥാപനം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾ സന്താനവൃത്തിയുള്ളവരായി പെരുകുകയും അടുത്ത തലമുറയെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. परमेश्वर ने परिवार की स्थापना इसलिए की है कि तुम संसार में तुम फलो फूलो और तुम्हारी गिनती बढ़ जाए। ഇത് 1-ാം അധ്യായത്തിലാണ് നാം അത് കണ്ടതെങ്കിൽ, अगर पहले अध्याय में इस बात को देखा हमने, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നതിന്റെ ഉദ്ദേശം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, उत्पत्ति के पुस्तक 18वें अध्याय में परमेश्वर ने इस तरह से बुलाकर अलग करने का उद्देश्य क्या है करके उसके बारे में हम पढ़ते हैं। അതിന്റെ 19-ാമത്തെ വാക്യം നോക്കുക. 18 के 19 तक അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. अब्राहम से तो निश्चय एक बड़ी और सामर्थ्य जाति उपजेगी और 19 में, क्योंकि मैं जानता हूँ कि वह अपने पुत्रों और परिवार को जो उसके पीछे रह जाएंगे आज्ञा देगा कि वे यहोवा के मार्ग में अटल बने रहे और धर्म और न्याय करते रहे, ताकि जो कुछ यहोवा ने अब्राहम के विषय में कहा है उसे पूरा करे। പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം എന്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19वें कलम में स्पष्ट किया गया है परमेश्वर ने अब्राहम को क्यों चुनकर अलग किया। ഒന്നാമത്, യഹോവയുടെ വഴിയിൽ അവൻ നടക്കണം. पहले तो उसको यहोवा के रास्तों मार्ग में चलना होगा। മാത്രമല്ല, അവൻ നടന്നിട്ട് അങ്ങനെ നടപ്പാൻ തക്കവണ്ണം അവന്റെ മക്കളോടും പിൻപുള്ള കുടുംബത്തോടും കൽപ്പിക്കേണ്ടതിന് വേണ്ടി അവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. और परमेश्वर ने उसे पुत्रों और उसके परिवारों को कैसे चाल चलन रखना है इस बारे में भी ध्यान रखकर उसके अंदर भी चलने के लिए उसको चुनकर अलग किया गया है। ആദ്യം നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും അമ്മയോടാണ് ഈ സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ, यदि न्यायों के पुस्तक में हमने देखा एक माता को कहा गया कैसे बालक के संबंध में बातों को ध्यान देना है। ഇവിടെ എല്ലാ കുടുംബനാഥന്മാർക്കുമുള്ള കൽപ്പനയാണ് നാം വായിക്കുന്നത്. यहाँ परिवार के जो सिर है या पतियों को इसके बारे में बताया गया है। യഹോവയുടെ വഴിയിൽ നടപ്പാൻ മക്കളെ കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. यहोवा के रास्तों में या मार्ग में परमेश्वर के इन बातों को बच्चों को सिखाने के लिए है। ഈ പ്രാഗൽഭ്യം നമുക്ക് വീട്ടിൽ സമ്പാദിക്കുവാൻ ഇടയായിത്തീരണം. ये जो क्षमता है हमें परिवार में ही उसको बनाकर लेना നാം होगा। ഇന്നലെ ചിന്തിച്ചതുപോലെ വീട്ടിൽ നല്ല നിലയും അധികാരവും മാത്രമല്ല അതിനുള്ള ആ പ്രാഗൽഭ്യവും സമ്പാദിക്കുവാൻ ഇടയായിത്തീരണം.
हमने कल देखा परिवार में हमें इसके लिए पद, इसके लिए जो सामर्थ्य है, ये सब परिवार में ही हमको बनाकर लेना होगा। പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുടുംബനാഥന്മാർക്ക് വീട്ടിൽ പാർക്കാൻ കഴിഞ്ഞാലേ അടുത്ത തലമുറയോട് കൽപ്പിക്കാനുള്ള അധികാരം പ്രാപിക്കുകയുള്ളൂ. यदि परिवार का जो मुखिया है वो इस तरह से जीवन बिताएगा तो ही अगली पीढ़ी को वो इन बातों के बारे में आज्ञा दे पाएगा। വീട്ടിൽ നീതിയും ന്യായവും പ്രവർത്തിക്കണം, അതാണ് അബ്രഹാമിനോട് പറയുന്നത്. परिवार में धर्म और न्याय के साथ व्यवहार करना होगा, यही बात परमेश्वर उसको आज्ञा देते हैं। അപ്പോൾ വീട്ടിൽ അനീതി ഉണ്ടാകാൻ പാടില്ല, मतलब घर में अधर्म न हो, വീട്ടിൽ അന്യായം ചെയ്യാൻ പാടില്ല, घर में कोई अन्याय की बातें न हो। അങ്ങനെ വീട്ടിൽ പാർത്തിട്ട് അടുത്ത തലമുറയോട് കൽപ്പിക്കത്തക്കവണ്ണമുള്ള പ്രാഗൽഭ്യം സമ്പാദിക്കാനിടയായിത്തീരണം. और इस तरह से जीवन बिताकर अगली पीढ़ी को बातें समझाने का उनके अंदर सामर्थ्य उत्पन्न होना जरूरी है। ഈ ദൗത്യത്തിൽ അബ്രഹാം വിജയിച്ചോ? क्या इस बारे में अब्राहम विजयी हुआ? എബ്രായലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. इब्रानियों की पत्री 11वें अध्याय के വായിക്കാം. അവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. 11वें अध्याय में इस बात को हम बहुत अच्छी तरह से जानते हैं। അവൻ മക്കളോടും മക്കളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തുകൊണ്ടിരുന്നു. അവൻ അങ്ങനെ പാർക്കുവാനിടയായിത്തീരുന്നു. वो अपने बच्चों के साथ अर्थात इसहाक और याकूब के साथ तंबुओं में निवास करके जो प्रतिज्ञा के वारिस है उनके साथ रहकर उसने स्थिर नींव वाले नगर की बाट जोड़ते हुए उसने अपना जीवन बिताया करके हम पढ़ते हैं। അപ്പോൾ അബ്രഹാം മക്കളോടും കൊച്ചുമക്കളോടും കൂടെ കൂടാരത്തിൽ പാർത്തു. मतलब अब्राहम अपने बच्चे और उनके पुत्रों के साथ वो जीवन बिताया। ആ കൂടാരത്തിൽ പാർത്തുകൊണ്ട് വലിയൊരു കാര്യം, വലിയൊരു പ്രമാണം അവരിലേക്ക് പകരുവാനിടയായിത്തീർന്നു. तंबू में रहकर अपने बच्चों को उसने बहुत बड़ी बातें बताई। നാം ഇവിടെ കൂടാരവാസികളാണെങ്കിലും ഭാരപ്പെടാൻ ആവശ്യമില്ല. भले ही हम इस संसार में तंबू के निवासी हैं, तभी हमें चिंता की कोई बात नहीं है। നമുക്കൊരു മനോഹരമായ ഒരു നഗരം ലഭിക്കാൻ പോകുന്നവരാണ്. क्योंकि हमें एक बहुत सुंदर नगर मिलने वाला है ആ നഗരത്തെ കാത്തുകൊണ്ടാണ് നാം ഈ കൂടാരത്തിൽ പാർക്കുന്നത്. और उस नगर के इंतजार में हम आज तंबू में निवास करते हैं। പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നത്. इतनी बड़ी इच्छा के साथ परमेश्वर ने एक व्यक्ति को चुनकर अलग किया है। പിന്നെ നാം തുടർന്ന് മുമ്പോട്ട് പോയാൽ और आगे जब देखते हैं ഇസ്രായേലിന് പ്രമാണം കൊടുക്കുന്ന ആ ചരിത്രം നാം വായിക്കുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. इस्राएल को कुछ नियम दिए, वो व्यवस्था विवरण में पढ़ते हैं। അവിടെ 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുക. व्यवस्था विवरण 6 और 7वें कलम को हम पढ़ेंगे। ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. व्यवस्था विवरण 6 और 7 को हम पढ़ेंगे। और ये आज्ञाएं जो मैं आज तुझको सुनाता हूँ वे तेरे मन में बनी रहे और तू इन्हें अपने बाल बच्चों को समझाकर सिखाया करना और घर में बैठे मार्ग पर चलते देखते उठते इनकी चर्चा किया करना। അവിടെ എന്താണ് നാം വായിക്കുന്നത്? നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണല്ലോ. और सुपरिचित भाग रही है। അവിടെ പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ആദ്യം നിന്റെ ഹൃദയത്തിലിരിക്കണം. जो आज्ञाएं मैं तुझे आज देता हूँ उसको तू अपने मन में बनाए रख। നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. और तुझे इन बातों को अपने बच्चों को समझाकर सिखाना होगा। അത് എപ്പോഴൊക്കെ സാധിക്കണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. और कब ये करना है तुझे, ये बात भी वहाँ लिखा നീ है। വീട്ടിലിരിക്കുമ്പോൾ, तू जब घर में बैठा हो, വഴി നടക്കുമ്പോൾ, मार्ग में चलते चलते, കിടക്കുമ്പോൾ, लेटते हुए, എഴുന്നേൽക്കുമ്പോൾ उठने के समय അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. इन बातों की चर्चा किया करना। അപ്പോൾ ഒരു കുടുംബത്തിൽ എന്ത് സാധിക്കണമെന്ന് ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോഴും ദൈവം അത് പറയുകയാണ്. एक परिवार में क्या क्या होना है करके परमेश्वर जब आज्ञा देते हैं तभी भी क्या देते हैं। പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഇടയായിത്തീരണം. पहले तो हमारे हृदय में इसको संचय करना होगा, എങ്കിലേ അത് മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാനുള്ള സാവകാശം ലഭിക്കുകയുള്ളൂ. तभी केवल जाकर हम बच्चों को भी किसी भी समय इन बातों को बता पाएंगे। പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ ഉന്നതമായ പ്രമാണമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നത്. परमेश्वर ने कितनी ऊंची या कितने श्रेष्ठ आज्ञाओं को अपने लोगों को या इजराइल को दिया है। എന്നാൽ വേദനാജനകം എന്ന് പറയട്ടെ, लेकिन जो बड़ी बात है, ന്യായാധിപന്മാർ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. न्यायों की पुस्तक उसके 21 अध्याय के 25वें कलम को जब हम पढ़ते हैं बहुत ऊपर ही बात लिखी है
कि उस समय कोई राजा नहीं था और हर एक जन अपने मनमानी से जीवन बिता लेते थे। എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ऐसे होने का कारण क्या है? അത് നാം വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട വസ്തുതയാണ്. बहुत ध्यान देकर इस बात के ऊपर विचार करना जरूरी है। ന്യായാധിപന്മാരുടെ പുസ്തകം പ്രാരംഭ അധ്യായത്തിലേക്ക് വരിക. न्यायों के पुस्तक के पहले अध्याय में അതിന് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. दूसरे अध्याय के 10वें कलम को पढ़ते हैं। യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. और उस पीढ़ी के सब लोग भी अपने अपने पितरों में मिल गए। तब उसके बाद जो दूसरी पीढ़ी हुई उसके लोग न तो यहोवा को जानते थे और न उस काम को जो उसने इस्राएल के लिए किया था। പ്രിയപ്പെട്ടവരെ, നാം ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. बहुत गंभीरता से इसको सोचने की बात है। ദൈവം തന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു. परमेश्वर ने अपनी मन की बात इंसान को बनाने के समय ही बता दिया। ഒരു വ്യക്തിയെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു. और जब एक व्यक्ति को परमेश्वर ने चुनकर अपने लिए अलग किया तभी भी बताया। മാത്രമല്ല, ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നപ്പോൾ അതിന് കൊടുക്കേണ്ടുന്ന ഉന്നതമായ പ്രമാണത്തിൽ ഈ വിലയേറിയ പ്രമാണം ദൈവം ഉൾപ്പെടുത്തി കൊടുത്തു. और इस्राएल जब राष्ट्र बन गया तभी भी परमेश्वर ने उनको इन बातों को शामिल करते हुए अपनी आज्ञाओं को दिया। യോശുവയുടെ കാലത്തേക്ക് വരുമ്പോൾ മനോഹരമായ ആ ദേശം അവർക്ക് കൈവശമാക്കി കിട്ടി. और यहोशू के समय में परमेश्वर ने बहुत सुंदर या एक श्रेष्ठ देश उनको दिया। തൊട്ടടുത്ത അധ്യായമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. और उसके बाद तुरंत ही हम न्यायों का पुस्तक देखते हैं। ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാന വാക്യമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. न्यायों की पुस्तक का आखिरी कलम हमने देखा कि जिसको जो ठीक जान पड़ता था वो वही किया करता था। പ്രിയപ്പെട്ടവരെ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകം ആ മുഴുവനും പഠിച്ചിട്ട് അല്ലെങ്കിൽ മുഴുവനും എഴുതിയിട്ട് അതിന്റെ മുഴുവനുമായുള്ള ആകത്തുകയാണ് ആ ഒറ്റ വാക്യത്തിൽ ഒരു വാചകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്. न्यायों के पुस्तक को पूरी तरह से पढ़कर उसका जो सारांश है उसी को पवित्र आत्मा ने उसके आखिरी कलम में बताया है। ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അതിനെ ഒരു അവജ്ഞയോടെ അല്ലെങ്കിൽ ഒരു പോരായ്മയായി നമുക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കാം. ये जब हम पढ़कर हम देखेंगे कि जिसको जैसे जान पड़ता था वो लोग पी लेते थे और हम उसको तुच्छ समझेंगे या फिर उसको हम निंदाजनक रूप से देख सकते हैं। പക്ഷെ ആ വാചകം നാം ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരവരെ കണ്ണിന് ശരിയെന്നത് അവർ ചെയ്തു എന്നുള്ളതാണ്. अंग्रेजी भाषा में और स्पष्ट हो जाता है कि उनकी नजर में जो कुछ ठीक लगता था वो लोग अपने हिसाब से कर लेते थे। പ്രിയപ്പെട്ടവരെ, നാമും അങ്ങനെയാണോ ചെയ്യുന്നത്? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണോ? क्या हम भी ऐसे हैं? मुझे जो अच्छा लगता है सही लगता है मैं कर लेता हूँ। നാം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടില്ലേ? क्या जाने अनजाने हमने नहीं कहा ऐसे? എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തു. എന്റെ കണ്ണിന് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. मुझे जो सही लगा वो मैंने किया, मेरी दृष्टि में वो सही था मैं कर लिया। പ്രിയപ്പെട്ടവരെ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനല്ല ദൈവം നമ്മെ ഈ വിലയേറിയ ഉന്നതമായ വേർപാടിന്റെ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. परमेश्वर ने हमें इस अलगाव के जीवन में ऐसे अपने मनमानी से जीने के लिए नहीं अलग किया। ദൈവത്തിന്റെ പ്രമാണത്തിൽ എന്ത് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നുവോ അത് ചെയ്യാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. परमेश्वर की आज्ञा में जो सही है वो करने के लिए परमेश्वर ने हमें कहा है। എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തനിക്ക് തന്നെ എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ നടക്കുകയാണ്. मैं अपनी मर्जी से जो करना चाहता हूँ वो करते हुए जीवन बिताऊंगा। എന്നാൽ നാം ചെയ്യേണ്ടത് ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ ഇത് ശരിയാണെന്ന് നോക്കി അത് ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. लेकिन हमारी जिम्मेदारी है प्रभु के वचन में देखे क्या ये करना सही है, उचित है कि नहीं। നാം ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് യഹോവയെയും അവന്റെ പ്രവൃത്തിയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. हम न्यायों की पुस्तक दूसरे अध्याय के 10वें कलम में हमने पढ़ा कि उसके बाद जो दूसरी पीढ़ी हुई उसके लोग न तो यहोवा को जानते थे। അതിന്റെ 7-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് 7वें कलम को देखिए। അവിടെ നാം കാണുന്നത് യോശുവയുടെ കാലത്തും അത് കഴിഞ്ഞിട്ടുള്ള യോശുവ ആക്കി വെച്ച മൂപ്പന്മാരുടെ കാലത്തും അത് ഉണ്ടായില്ല. हम उसके 7वें कलम में देखते हैं यहोशू के जीवन भर और उन वृद्ध लोगों के जीवन भर जो यहोशू के मरने के बाद जीवित है, ये ऐसी बातें नहीं हुई। ആ സമയത്ത് എന്താണ് പ്രശ്നം പറ്റിയത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. लेकिन उसके बाद और उस समय में क्या समस्या हुई करके हम पढ़ते हैं। അവരുടെ കാലത്ത് അവർ യഹോവയെ സേവിച്ചു. उनके जीवन या उनकी पीढ़ी में उन्होंने यहोवा की सेवा की। തൊട്ടടുത്ത തലമുറ വന്നപ്പോൾ ഈ യഹോവയെ അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. और उसके बाद जो पीढ़ी उत्पन्न हुई उन लोगों ने यहोवा को नहीं जाना। ഇതിന്റെ ചില കാരണങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. यहाँ से कुछ कारण मैं बताना चाहता हूँ आपको। ഒന്നാമത്തെ സാധ്യത
ഒരു പറയാത്ത ഒരു തലമുറ ഉണ്ടായാൽ അതിന്റെ പിന്നാലെ വരുന്ന അടുത്ത തലമുറ അറിയാത്ത തലമുറയായിരിക്കും. यदि एक ऐसी पीढ़ी हो जिसमें वो अगली पीढ़ी को बताने वाली पीढ़ी ना हो, मतलब वो बोलते ही नहीं हो, तो अगली पीढ़ी ऐसी होगी जो सुनने वाले ही नहीं हो. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിന് പ്രമാണം കൊടുത്തിരുന്നു. व्यवस्था में परमेश्वर ने स्पष्ट नियम दिया कि क्या कैसे बोलना है. ആ വ്യക്തമായ പ്രമാണം ഇവർ കുടുംബത്തിൽ അനുസരിച്ചിരുന്നെങ്കിൽ അറിയാത്തൊരു തലമുറ ഉണ്ടാകുമായിരുന്നു. यदि उन्होंने अपने परिवार में इन नियमों को लागू किया होता तो ऐसी पीढ़ी नहीं उत्पन्न होती जो इन बातों को नहीं जानते हैं. പ്രിയപ്പെട്ടവരെ, നന്നായിരിക്കേണ്ടതിന് നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നത് ഈ പ്രമാണത്തെ കുറിച്ചാണ്. तुझे तेरे लिए और तेरे संतानों के लिए भलाई की बातें ये है करके बार-बार इन बातों को लेकर ही प्रभु ने कहा है. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനയും. क्या यही आज्ञा प्रभु ने इफिसियों की पत्री 6वें अध्याय में नहीं दिया है? അവിടെ നാം വായിക്കുന്നത് മക്കളെ പഥ്യമായ ഉപദേശത്തിലും ബാലശിക്ഷയിലും പോറ്റി വളർത്തണം എന്നല്ലേ? क्या उसका वहाँ नहीं पड़ता है कि बच्चों को सही उपदेश में और पालन पोषण में आत्मिक रूप से चलाना है उनको? പ്രിയപ്പെട്ടവരെ, എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. मैंने एक बात का ध्यान दिया. ഈ ദൈവിക കരുതലും അവഗണിച്ച ഒരു തലമുറ ഉണ്ടായതിന്റെ പരിണിതമല്ലേ ദൈവത്തെ അറിയാത്ത ഒരു തലമുറ ഉണ്ടായത്. एक ऐसी पीढ़ी को जिसके बारे में प्रभु के बारे में नहीं पता, वैसी पीढ़ी हुई इसलिए वो उसको नहीं मानने वाली पीढ़ी बन गई. അറിയാൻ ആവശ്യമായതെല്ലാം ദൈവം അവർക്ക് നൽകിയിരുന്നു. जो कुछ जानना था प्रभु ने उनको सब दिया था. ഒരു കുടുംബത്തിൽ മക്കൾ എന്തെല്ലാം അറിയണമോ അത് വ്യക്തമായി ദൈവത്തിന്റെ പ്രമാണത്തിലൂടെ ദൈവം കുടുംബങ്ങൾക്ക് ആ കൽപ്പന കൊടുത്തിരുന്നു. परमेश्वर ने हर एक परिवार में आज्ञा दी थी कि बच्चों को क्या-क्या सिखाना है. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരിക. निर्गमन के पुस्तक 16वें अध्याय को हम देखेंगे. അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ 25वें कलम से पढ़ेंगे. അവിടെ നാം വായിക്കുന്നത് 32-ാമത്തെ വാക്യം. പിന്നെ മോശ യഹോവയോട് കൽപ്പിക്കുന്ന കാര്യമാവത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പിൻ. അതിൽ ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. 32-ാമത്തെ വാക്യം. 16 का निर्गमन 16 पर. फिर मूसा ने कहा, यहोवा ने जो आज्ञा दी वो यह है कि इसमें से ओमेर भर अपने वंश की पीढ़ी के लिए रख छोड़ो, जिससे वे जाने कि यहोवा हमको मिस्र देश से निकालकर जंगल में कैसी रोटी खिलाता था. അവർ ഒരു പൊൻപാത്രത്തിൽ മണ്ണ ഇട്ട് വെച്ചിരിക്കുകയാണ്. उन्होंने एक सोने के बर्तन मर्तबान में ആ മണ്ണ കാണുമ്പോൾ അടുത്ത തലമുറ ചോദിക്കും, ഇതെന്താണ്? इस मन्ना को देखकर अगली पीढ़ी पूछेगी क्या है. അതിനുവേണ്ടി ദൈവം പറഞ്ഞിരിക്കുക, ഈ ആഹാരം സൂക്ഷിച്ചു വെക്കണം. इसलिए परमेश्वर ने आज्ञा दिया कि ये भोजन को संभाल कर रखना. ദൈവത്തിന്റെ അത്ഭുതം നമുക്കറിയാമല്ലോ. परमेश्वर के इस चमत्कार को हम जानते हैं. ഓരോ ദിവസവും അന്നൊന്ന് പുരട്ടേണ്ടതല്ല. हर दिन जिस मन्ना को इकट्ठा करना है वो പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ അത് ക്രമിച്ചു പോകും. अगले दिन वो बिगड़ जाता है. എന്നാൽ അവരുടെ പ്രമാണം അനുസരിച്ച് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ ദിവസത്തിൽ പെറുക്കാൻ പാടില്ല. അതിനും കൂടെ ഉള്ളത് തലേ ദിവസം പെറുക്കി വെക്കാം. और परमेश्वर ने आज्ञा भी दिया जिस दिन उनको इकट्ठा नहीं किया करना है, उस दिन उसके पहले के दिन अगले दिन के लिए भी इकट्ठा करना है. അത് പിറ്റേ ദിവസത്തേക്ക് ക്രമിച്ചു പോകുകയില്ല. और अगले दिन जो पहले जो उन्होंने इकट्ठा किया वो अगले दिन बिगड़ता नहीं. അതേ മന്ന തന്നെ ഒരു പൊൻപാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുക. അത് അടുത്ത തലമുറകൾ കാണേണ്ടതിന് അത് ക്രമിച്ചു പോകുകയില്ല. और वही मन्ना वो लोग जब एक सोने के मर्तबान में रखते हैं तो अगली पीढ़ियों को भी वो देखने लायक वो ऐसे रहता है कि सड़ते नहीं. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക കരുതൽ ഈ തലമുറ അവഗണിച്ചു എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അറിയാതെ പോയതിനുള്ള കാരണം क्या परमेश्वर का जो इनको संभालने का जो ताकत है, इसको ये बिना जानकर ऐसी पीढ़ी नहीं हो गई है. മാത്രമല്ല, ഇതിന്റെ 31-ാം വാക്യത്തിൽ ഒരു പരാമർശമുണ്ട് ഈ മന്നയെ കുറിച്ച്. അന്ന് 31वें कलम में इस मन्ना के बारे में कुछ दिया है. അത് നാം വായിക്കുന്നത് എങ്ങനെയാണ്? കൊത്തമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്തതും ഉള്ള രുചിയുമായിരുന്നു. धनिया के समान श्वेत था और उसका स्वाद मधु के बने हुए का सा. തേൻ കൂട്ടിയ ദോശ.
मधु से बने हुए एक रोटी के समान है। രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കുക, ദോശയാണ് ഉണ്ടാക്കിയത്. सोचिए माँ ने सुबह डोसा बनाया, സ്വാഭാവികമായിട്ടും എന്ത് പറയും, ഈ അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയുന്നില്ല. स्वाभाविक रूप से वहाँ के जो घर में पिताजी है वो कुछ कहेंगे, ഇതാണോ ദോശ? क्या यही डोसा है? ഞങ്ങൾ നേരത്തെ ഒരു ദോശ തിന്നിട്ടുണ്ട്, हमने पहले एक रोटी खाई थी, അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമോ? उसका स्वाद क्या था तुम्हें തേൻ मालूम है? കൂട്ടി ചുട്ട ദോശ പോലെയാണ്. और वो ऐसी रोटी है जिसमें मधु लगाकर खाया जाता है। അപ്പോൾ അവിടെ ആ തലമുറയോട് ഈ സന്ദേശം പകർന്നു കൊടുക്കുകയാണ്. तो ऐसे ये संदेश अगली पीढ़ी को भी वो बताता है। പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു കുടുംബത്തിൽ ദൈവിക കരുതലുകൾ അറിയാനുള്ള എല്ലാ മുഖാന്തരവും ഈ തലമുറയ്ക്ക് ദൈവം കൊടുത്തിരുന്നു. परमेश्वर ने इस पीढ़ी को परमेश्वर का जो संभालने का जो क्षमता है उसके बारे में समझने के लिए सब कुछ दिया है। മക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ അത് അവഗണിച്ച തലമുറയ്ക്ക് വന്ന വലിയ ഭവിഷ്യത്താണ് നമ്മളിവിടെ കാണുവാനിടയായിട്ടുള്ളത്. बच्चों, परमेश्वर ने जो उनको आज्ञा दी उसको जिन लोगों ने टाल दिया उनके बारे में जो हुआ, उनके जीवन में जो समस्या हुई उसके बारे में हम देख रहे थे। അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, പറയാത്ത ഒരു തലമുറ ഉണ്ടായാൽ അറിയാത്ത മറ്റൊരു തലമുറ ഉണ്ടാകും. यदि ऐसी एक पीढ़ी हो जो अगली पीढ़ी को नहीं बताती तो वो ऐसी पीढ़ी उत्पन्न होती जिसको कुछ मालूम ही नहीं। മാത്രമല്ല, ദൈവിക കരുതലുകളെ അവഗണിക്കാനിടയായിത്തീർന്നാൽ അറിയാത്ത മറ്റൊരു തലമുറ ഉണ്ടാകും. यदि परमेश्वर की बातों को जो तुच्छ समझते हैं या उसको टाल देते हैं तो अगली पीढ़ी भी वैसी होगी। മാത്രമല്ല, മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, तीसरी बात जो मैं बताना चाहता हूँ, ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിച്ച തലമുറയായിരുന്നു ഈ തലമുറ. ये ऐसी पीढ़ी है जो परमेश्वर की चेतावनियों को वो त्याग देते थे या उसको ध्यान नहीं देते थे। അവർ ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരിക. व्यवस्था विवरण 27 अध्याय को അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. दूसरे और तीसरे कलम को ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. व्यवस्था विवरण अध्याय 27 का 2 और 3 അവിടെ നിന്ന് വായിക്കും, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം. और जब तुम यर्दन पार होके उस देश में पहुंचो जो तुम्हारा परमेश्वर यहोवा तुझे देता है, जो तेरा परमेश्वर यहोवा तुझे देता है, तब बड़े बड़े पत्थर खड़े कर लेना और उन पर चूना पोतना। മാത്രമല്ല, അതിന്റെ 3-ാമത്തെ വാക്യം നോക്കുക, ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതണം. और आगे तीसरे कलम में व्यवस्था की इन सभी बातों को उसके ऊपर लिखना था हमको। അപ്പോൾ ദൈവം മോശ മുഖാന്തരം വലിയൊരു പ്രമാണം ഇവിടെ കൊടുക്കുകയാണ്. परमेश्वर मूसा द्वारा कुछ आज्ञाएं वहां दे देते हैं। അവിടെ നാം വായിച്ചത്, വലിയ വലിയ കല്ലുകൾ നാട്ടി അവയിൽ ന്യായപ്രമാണത്തിന്റെ ഈ വചനങ്ങൾ എഴുതി വെക്കണം. वहां बड़े बड़े पत्थरों को खड़ा करके उस पे व्यवस्था के इन सारे वचनों को लिख देना था। യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. यहोशू के पुस्तक 4 अध्याय 6 और 7 के कलम। അതിന്റെ ആശയം മാത്രം തുടർന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അതിന്റെ 6-7 വാക്യങ്ങൾ. ഇത് ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. वहाँ अब उनको ये जो पत्थर है बड़े बड़े अपने कांधों पर लेकर जाना है। ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ और इसको लेकर वहाँ उसको जाकर लगा देना है। और बाद में जब अपने बच्चे पूछेंगे ये क्या है, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ 2-ആയി പിരിഞ്ഞതും यर्दन का जो पानी है परमेश्वर के वाचा के संदूक के सामने वो 2 भाग हो गया, ये बात उनको बताना है। ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജ്ഞാപകമായിരിക്കണം. और ये जो पत्थर है इजरायलियों के लिए एक स्मरण का स्थान हो जाता है। അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ചിന്തിക്കുക, तो आपके मन के विचार में इसको जरा देखिए। നിങ്ങൾ റോഡരികിൽ മയിൽക്കുറ്റികൾ കണ്ടിട്ടുണ്ടല്ലോ. आपने सड़क के किनारे जो निशाना होता है किलोमीटर का आपने देखा होगा। അപ്പോൾ അങ്ങനെ മയിൽക്കുറ്റിയിൽ ആ പോകേണ്ട ദേശവും അതിന്റെ കിലോമീറ്ററുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. वहाँ लिखा जाता है कहाँ इस दिशा में ये मार्ग जाता है और कितनी दूरी है। അപ്പോൾ കനാൻ ദേശത്ത് ചെന്നാൽ എന്ത് കാണാം? और कनान देश में जाएंगे तो क्या देखा जाएगा? വെള്ള തേച്ച കുമ്മായം തേച്ച കല്ലുകൾ കാണാം. അതിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം കാണാം. तो वहाँ कुछ पत्थर मिलेंगे जिसके ऊपर चूना लगा है और वहाँ व्यवस्था की बातें लिखी है। മാത്രമല്ല, യോർദാന്റെ അക്കരയും ഇക്കരയും കല്ലുകൾ നാട്ടിയിട്ടുണ്ട്. और यर्दन के इस पार और उस पार दोनों जगह पर पत्थर लगे हैं। അക്കരെ നാട്ടിയിരിക്കുന്ന
ആ കല്ലുകൾ വലിയൊരു ജ്ഞാപകമാണ് എന്നുള്ളതാണ് നാം വായിച്ച വേദഭാഗത്തിൽ കണ്ടത്. नदी के उस पार जो पत्थर लगे हैं वो एक स्मरण के लिए रखे हैं करके हम बहुत बड़े स्मरण के रूप में देखते हैं. മാത്രമല്ല ഈ കല്ലുകൾ എന്താണെന്ന് അടുത്ത തലമുറ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും. അന്ന് അപ്പോൾ നിങ്ങൾ എന്ത് പറയണം എന്നുള്ളതും എഴുതി വെച്ചിരിക്കുകയാണ്. और तुम्हारे जो बच्चे हैं पीढ़ियां हैं वो तुमसे पूछेंगे ये क्या है, तो वो सब बातें वहां बताइएगा. എന്താ പറയേണ്ടത്? क्या बताना है? യോർദാൻ സ്വർഗത്തിലെ ദൈവം രണ്ടായി പിരിച്ചതും അതിലൂടെ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നതും അവർ പുരോഹിതന്മാർ നിന്നിരുന്ന ആ കല്ലുകളാണ് മക്കളെ ഈ കല്ലുകളെന്ന് നിങ്ങൾ പറയുകയും ചെയ്യണം. परमेश्वर ने इस यरदन नदी को दो भाग किया और इसके बीच में से याजक लोग गए और संदूक लेकर गए. इस तरह से ये सब अलग हुआ और लोग कैसे उस पार गए, ये सब बातें उनको बताना होगा. ഇപ്പൊ യോർദാന്റെ അക്കരെ ഈ കല്ലുകളുണ്ട്, तो यरदन के उस पार ये पत्थर लगे हैं. ഇനി യോർദാന്റെ ഇക്കരെ രണ്ടര ഗോത്രമുണ്ട്, അവിടെയും ഉണ്ടൊരു ജ്ഞാപകം. और ढाई पीढ़ी जो है, ढाई जो गोत्र है वो नदी के इस पार भी है. അതിന്റെ ചരിത്രം ഞാനിപ്പോൾ വായിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. वहाँ भी पत्थर लगे हैं, लेकिन इन सब बातों का मैं अभी इतिहास नहीं बताऊंगा. അത് ഒന്ന് രണ്ട് വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറയാം മനസ്സിലാക്കാനായിട്ട്. एक दो शब्द में मैं बताना चाहता हूँ. രണ്ടര ഗോത്രം ഇസ്രായേൽ ജനം അക്കരെ യോർദാൻ അക്കരെ കടന്ന് സ്വസ്ഥമായതിനു ശേഷം ഇക്കരയ്ക്ക് കടക്കുന്നുണ്ട്. जो ढाई जो गोत्र है वो लोग बाकी लोगों के साथ जाते हैं उस पार और वहाँ लड़ाई करके जो विश्राम होता है तब वापस आने वाले होते हैं. ആ രണ്ടര ഗോത്രത്തിന് അവകാശം യോർദാൻ ഇക്കരയാണ്. और ये जो ढाई जो गोत्र है उनको यरदन के इस पार उनका स्थान है या उनका मिलाप किया जाता है. ഈ രണ്ടര ഗോത്രം അവിടെ ഒരു വലിയൊരു യാഗപീഠം പണിതതായി നാം വായിക്കുന്നുണ്ട്. हम पढ़ते हैं वो ढाई गोत्र ने एक बहुत बड़ा बलिवेदी बना लिया आपने. ആ യാഗപീഠത്തെ ചൊല്ലി അക്കരെയുള്ളവരും ഇക്കരെയുള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. और इस नए बलिवेदी को देखकर उस पार के और इस पार के लोगों के बीच में मुठभेड़ हो. കാരണം ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് യോർദാൻ ഇക്കരെ ഒരു യാഗപീഠം പണിയാൻ ആവശ്യമില്ല, പണിയാൻ കഴിയുമില്ല. क्योंकि परमेश्वर के आज्ञा के अनुसार यरदन की इस पार कोई बलिवेदी नहीं बनाया जा सकता है. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ യാഗം കഴിക്കാനല്ല, तो वो लोग कहते हैं नहीं, हम लोग यहाँ बलि चढ़ाने के लिए नहीं बनाए. ഞങ്ങളും ഇസ്രായേൽ മക്കളാണെന്ന് അടുത്ത തലമുറ അറിയേണ്ടതിന് ഒരു യാഗപീഠത്തിന്റെ ജ്ഞാപകം ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. हमारी अगली पीढ़ी इस बात को समझ सके कि हम भी इस्राएली लोग हैं, इसके खातिर हमने यहाँ एक स्मारक बनाकर रखा है. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കുക ഇസ്രായേൽ ആ കനാൻ ദേശത്തേക്ക് ചെന്നാൽ ഈ കല്ലിൽ തട്ടിയിട്ട് നടക്കാൻ കഴിയാത്തോളം കല്ലുകളാണ്. सोचिए यदि इस्राएल में हम जाते हैं तो इस प्रकार के पत्थरों को ही हमने देखा. അതെല്ലാം പറയുന്ന വലിയൊരു സത്യമുണ്ട്. ये सब एक बहुत बड़ी सच्चाई को बताते हैं. യഹോവ ഞങ്ങളെ നടത്തിയ കാര്യം പറയണം. परमेश्वर ने हमें कैसे चढ़ाया है യഹോവ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻ പ്രവൃത്തികൾ പറയണം. और परमेश्वर ने जो बड़े बड़े काम किए इसकी चर्चा होगी. മക്കൾ ചോദിക്കുമ്പോൾ അത് പറയണം. बच्चे जब पूछेंगे तो हमें बताना होगा. പക്ഷെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണ്? लेकिन न्यायों के पुस्तक में हमने क्या पढ़ा? അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ऐसी एक पीढ़ी उत्पन्न हुई जिसको कुछ पता ही नहीं. ആരാണ് ഇതിന് ഉത്തരവാദികൾ? उसके जिम्मेदार कौन है? പ്രിയപ്പെട്ടവരെ, ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ പരിണിത ഫലം എന്ത്? क्या इन चेतावनियों को जिन्होंने टाल दिया या त्याग दिया उनकी जिम्मेदारी नहीं थी है? പ്രിയപ്പെട്ടവരെ, മക്കൾ ഈ വലിയ ദൈവത്തെയും ദൈവം ചെയ്ത വലിയ പ്രവൃത്തികളെയും അറിയാതെ പോകുന്നത് മാതാപിതാക്കളായ നമ്മുടെ വളരെ പോരായ്മയായിട്ടാണ് ദൈവം അതിനെ കണക്കാക്കുന്നത്. परमेश्वर माता पिता के रूप में हमको जो आज्ञा है, जो चेतावनी दी है, ये सब के बारे में बहुत गंभीरता से बताता है. ഇസ്രായേൽ ജനത്തിന് അറിയേണ്ടുന്ന എല്ലാ പ്രമാണങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. इजराइल लोगों को सभी आज्ञाएं परमेश्वर ने भले ही उनको सब कुछ दे दिया. അറിയാത്തൊരു തലമുറ ഉണ്ടായി. लेकिन ऐसी एक पीढ़ी उत्पन्न हुई जिसको पता ही नहीं कुछ भी. ദൈവിക കരുതലുകളെ അവഗണിച്ചൊരു തലമുറ ഉണ്ടായി. परमेश्वर के उन संभालने के बातों को वो लोग नहीं जानते थे. മുന്നറിയിപ്പുകളെ അവഗണിച്ചൊരു തലമുറ ഉണ്ടായി. और चेतावनियों को जिन्होंने तुच्छ समझा गया उनको माना नहीं है. ऐसे लोग ആരാണ് ഇതിന് കുറ്റക്കാരൻ? इसके गलती किसकी थी? ദൈവം എന്തിനാണ് കുടുംബം നൽകിയത്? और परमेश्वर ने परिवार क्यों दिए थे? അടുത്ത തലമുറയെ വളർത്തിയെടുക്കുവാൻ, ഈ പ്രമാണപ്രകാരം വളർത്തിയെടുക്കുവാൻ ദൈവം പരിശീലിപ്പിച്ച ഒരു പരിശീലന കേന്ദ്രമാണ് കുടുംബം എന്നുള്ളത്. परिवार परमेश्वर के द्वारा स्थापित किया गया स्थान है जहाँ इन सभी बातों का तारीफ किया जाता है. ഒരു കാര്യം കൂടെ ഇതിൽ ചേർത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ക്ലാസ്സിൽ പറയാം. एक और बात इसके साथ जोड़ना मैं चाहता हूँ, तो अगली बात में बताऊंगा. നാം എത്ര ഭയത്തോടെ കുടുംബത്തിലായിരിക്കണം എന്നുള്ളത് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. हमें पारिवारिक जीवन में कितने भय के साथ जीना है, इस इतिहास से हम सीखते हैं. ദൈവം നമുക്ക് മക്കളെ നൽകിയത് എന്തിനാണ്? परमेश्वर ने हमें सिद्धांत क्यों दिया है? എത്ര ആഗ്രഹത്തോടുകൂടിയാണ് ദൈവം മക്കളെ നൽകിയത്? बड़े लालसा के साथ हमने हमें सिद्धांत दिया है. ദൈവം നൽകിയ ഈ അവകാശത്തെ അലക്ഷ്യമാക്കാതെ വണ്ണം സൂക്ഷിക്കാനുള്ള
എല്ലാ മുൻകരുതലുകളും ദൈവം നൽകിയിട്ടുണ്ട്. परमेश्वर ने हमें सारी चेतावनियां या सब बातें हमें बताई है कि इन बातों से कैसे हम बच सकते നാം हैं. ഇത് അവഗണിച്ചാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കുക. ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകുമാറാകട്ടെ. क्या हम इसे नजरअंदाज करके चलते हैं कि नहीं, इन बातों को परखने के लिए पवित्र आत्मा हमारी सहायता करे. ദൈവം സ്ഥാപിച്ച പരിശീലന കേന്ദ്രമാണ് കുടുംബം. परमेश्वर ने स्थापित किया ऐसे स्थान है परिवार ये भाई- जहाँ तालीम होता है. ഈ ഭയത്തോടെ നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്രദമാകട്ടെ. इस भय के साथ हम ये प्रभु के नाम की